നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ അവസാന ലാപ്പില് എല്ലാവരും ഉറ്റുനോക്കുന്നത് സ്ഥാനാർത്ഥികളുടെ വിജയത്തെക്കുറിച്ചാണ്. ഈ സാഹചര്യത്തിലാണ് സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മനോരമ ഒരു സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് UDF മുൻതൂക്കമെന്നാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ടോ? തീർച്ചയായിട്ടും ഇത് UDF മുൻതൂക്കത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സർവേ റിപ്പോർട്ട് മനോരമയും ഈ സി വോട്ടർ എന്ന് പറഞ്ഞാൽ വളരെ ക്രെഡിബിലിറ്റിയുള്ള ഒരു ഏജൻസിയാണ്. അവരും ചേർന്ന് നടത്തിയ ഒരു സർവേയാണ്. അത് 3 ഘട്ടമായിട്ട് മലബാർ, മധ്യ കേരളം, ദക്ഷിണ കേരളം, ഇങ്ങനെ 3 ഘട്ടമായിട്ടാണ് അവരത് പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ അവസാനത്തെ റിസൾട്ട് എന്ന് പറയുന്നത് അവർ ഒരു കൃത്യമായൊരു സംഖ്യയല്ല പറയുന്നത്. അവർ പറയുന്നത് 69 മുതൽ 81 വരെ സീറ്റ് UDF ലഭിക്കാവുന്ന. അതേസമയം LDF പറഞ്ഞിരിക്കുന്നത് 57 മുതൽ 69. അത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, LDF പരമാവധി ലഭിക്കാവുന്ന സീറ്റാണ് 69. അതേസമയം UDF പരമാവധി ലഭിക്കാവുന്ന സീറ്റ് 81. അത് കൃത്യമായി നൽകുന്ന സൂചന UDF നല്ല മുൻതൂക്കം ഉണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ UDF വലിയൊരു ആവേശവും ഒരു ബൂസ്റ്റും ഒക്കെ നൽകുന്ന ഒരു സർവേ ഫലമാണ്. അതേസമയം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചില സീറ്റുകൾ, നമ്മൾ ഹോട്ട് സീറ്റ് എന്ന് അവർ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ഏറ്റവും അധികം VIPs മത്സരിക്കുന്ന, ഏറ്റവും അധികം ബലാബലമുള്ള, അല്ലെ ഏറ്റവും അധികം BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെയൊക്കെ ജയാപജയങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നുണ്ട്. അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം മൊത്തത്തിൽ ആ സർവേ നൽകുന്ന ഒരു സൂചനയെന്ന് പറയുന്നത് UDF LDFിനേക്കാളിലും വ്യക്തമായ ഒരു മുൻതൂക്കമുണ്ട്. അത് 81 സീറ്റ് എന്നവർ പറയുമ്പോൾ അതിന് മുകളിലേക്ക് പോകാനാണ് സാധ്യതയുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന് മുമ്പത്തെ സർവ്വഫലങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇപ്പോൾ 99 സീറ്റുമായിട്ട് 99 MLA കൊണ്ടാണ് പിണറായി 2ാം സർക്കാർ നിയമസഭയിൽ വന്നത്. അതിൽ ഏതാണ്ട് ഒട്ടുമിക്ക MLA മത്സരിക്കുന്നുണ്ട്. ചുരുക്കം ചിലർ മാത്രമേ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നുള്ളൂ. അത് CPM. ബാക്കിയുള്ള ഘടകകക്ഷികളുടെ കംപ്ലീറ്റ് MLA മത്സരിക്കുന്നുണ്ട്. എനിക്കൊന്ന് CPI പുതുമുഖങ്ങൾ 2 പേരും കണ്ടുണ്ട്. അപ്പോൾ ഈ 99 മണ്ഡലങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റുകളാണ്, അവരുടെ ഉറച്ച സീറ്റുകളാണ്. അവിടുത്തെ ഒരു കാരണവശാലും MLA അവര് അവിടെ അവരുടെ വ്യക്തമായ സ്വാധീനം അവരവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായി. അതിന് UDF ആയാലും LDF ആയാലും. അപ്പൊ ഈ 99 MLA 2, 3, 4 പേര് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന, ബാക്കി 95 പേരാവട്ടെ, അല്ലെ 90 പേരാവട്ടെ, ആ 90 പേരിൽ ഭൂരിപക്ഷം പേരും അവരുടെ മണ്ഡലങ്ങളിൽ അവർ കേന്ദ്രീകരിച്ച് അവര് പ്രവർത്തിച്ച് അവരവരുടെ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സിറ്റിംഗ് MLA ജയിക്കുമെന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? സിറ്റിംഗ് MLA മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ളത് അല്ല. അത് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ MLA ഒരു പരിധിവരെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം സത്യമാണ്, LDF സംബന്ധിച്ച് അവരുടെ MLA കുറിച്ച് വലിയ പരാതികളൊന്നുമില്ല. എക്സെപ്റ്റ് വളരെ കുറച്ച് പേരൊഴിച്ച് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തതാണ്. പക്ഷേ വേറെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയല്ലോ, അത് എനിക്കറിയാവുന്നതാണല്ലോ. അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. എത്ര നന്നായി പെർഫോം ചെയ്ത MLA ആണെന്ന് പറഞ്ഞാലും ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അവരുടെ തോൽവി ചിലപ്പോൾ സംഭവിച്ചെന്ന് വരും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെന്ന് അങ്ങ് പറയുന്നു, ശരിയാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൂലം വോട്ടുകൾ മാറുന്നത് വളരെ ന്യൂനപക്ഷമാണ്. ചെറിയ നമ്പറേ വരത്തുള്ളൂ. ഇതിനകത്ത് വരുന്ന നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരു 10% ആളുകളാണ്. ആ 10% പോലും സ്ഥാനാർത്ഥികളെ നോക്കിയും അവരുടെ MLA നോക്കിയും ഒക്കെ എനിക്ക് വിയോജിപ്പുണ്ട്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ച് വോട്ടുകൾ മാറും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾക്കറിയാം, 99 സീറ്റ് നേടിയെങ്കിൽ അതിന് ഭൂരിപക്ഷ സീറ്റും മലബാർ ഏരിയയിൽ നിന്നായിരുന്നു. കുറേയേറെ ദക്ഷിണ ജില്ലകളിൽ നിന്നായിരുന്നു. ആ മലബാർ ഏരിയയിൽ ഇപ്പോൾ CPM കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. അവിടെ അവരുടെ സീറ്റുകൾ നന്നായിട്ട് നഷ്ടപ്പെടുന്നതിൻ്റെ സൂചനകളാണ് ഈ സർവേ ഫലം മാത്രമൊന്നുമല്ല. അല്ലാതെ നമുക്കറിയാമല്ലോ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചെന്നറിയാം. അപ്പോൾ അവിടെയൊക്കെ ഈ താങ്കൾ പറയുന്ന പോലെയല്ല, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയതനുസരിച്ച് പല LDF ഉറച്ച സീറ്റുകളും തോക്കാൻ പോവുകയാണ്. താങ്കൾ ഞെട്ടണ്ട, പല മന്ത്രിമാരും തോക്കാൻ പോവുകയാണ്. CPM പല LDF പല മന്ത്രിമാരും തോക്കാൻ പോവുകയാണ്. ഞാൻ അതിനെ തർക്കിക്കുന്നില്ല.
ഞാൻ അതിനെ തർക്കിക്കുന്നില്ല. ജയവും പരാജയവും ഒക്കെ പിന്നെ അത് നമുക്ക് 4-ാം തീയതി, മെയ് 4-ാം തീയതി നമുക്കത് അറിയാം, ആരൊക്കെ ജയിക്കും ആരൊക്കെ പരാജയപ്പെടും. പക്ഷേ ഒരു രാഷ്ട്രീയ നിരീക്ഷകർ എന്നുള്ള നിലയിൽ നമ്മൾ നിരീക്ഷിക്കുന്ന ചില ഘടകങ്ങളുണ്ട്, ചില മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലെ ചില ഘടകങ്ങൾ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരാജയം CPM-നോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ വരാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഇവരുടെ മാർജിൻ എത്രയാ? മാർജിനൊക്കെ ശരിയാണ്. നല്ല മാർജിൻ ജയിച്ചവരുമുണ്ട്. ഈ മാർജിനുകളൊക്കെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ വരും. അത് ജനാഭിപ്രായം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമല്ലോ. മാർജിനുകളുണ്ട്. വലിയ മാർജിനിൽ ജയിച്ചതൊക്കെ പടലെ താഴോട്ട് പോയിട്ടില്ലേ? നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി പിണറായി സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഈ 10 വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ നൽകിയ 2 ടേമിൽ നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മുഴുവൻ അവർ ഏകദേശം 90% അവർ പാലിച്ചിട്ടുണ്ട്. അങ്ങനെ വാഗ്ദാനങ്ങൾ പാലിച്ച് മുന്നേറുന്ന ഒരു സർക്കാരിന് എവിടെ തിരിച്ചടി വരുമെന്നാണ് അങ്ങയുടെ കണക്കൂട്ടല്? തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചോ ഇല്ലയോ എന്നുള്ളത് ജനമാണ് വിധി കൽപ്പിക്കേണ്ടത്. അപ്പോൾ പാലിച്ചു എന്ന് നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. പാലിച്ചിട്ടില്ല എന്നാണ് ജനത്തിന് തോന്നുന്നതെങ്കിൽ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന് പറയുമ്പോൾ റോഡും പാലവും പണിയുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന് പറയുന്നത്. ആളുകൾ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ക്ഷേമം എന്ന് പറയുന്നത്, സുരക്ഷിതത്വം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകമാണ് നിഷ്പക്ഷത എന്ന് പറയുന്നത്. ഇതിലൊക്കെ ആളുകൾ വിലയിരുത്തട്ടെ, അതിനെന്ത് സംഭവിച്ചു എന്നുള്ള ആ വിലയിരുത്തലായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്, അല്ലാതെ റോഡും പാലവും മാത്രമല്ല. പിണറായി സർക്കാർ കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന 2 ടേമായിട്ട് ഭരിക്കുന്ന പിണറായി സർക്കാർ, ആ സർക്കാരിൽ തൃപ്തരാണ് ഇവിടുത്തുള്ള പകുതിയിൽ കൂടുതൽ വോട്ടർമാരും ജനങ്ങളും എന്ന് ബെന്നിക്ക് തോന്നുന്നു. പക്ഷെ അത് ജനത്തിന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്ന കാര്യമല്ല. നമ്മൾ താഴെ തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ജനങ്ങളുടെ വികാരമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോയി, നമ്മുടെ ടീം പോയി പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ. പക്ഷെ അവർക്ക് ആ പബ്ലിക്കിന്റെ ഇടയിൽ അവരുടെ ഒപ്പീനിയൻ എടുത്തപ്പോൾ പോലും പലരും പങ്കുവയ്ക്കുന്ന അഭിപ്രായം എന്ന് പറയുന്നത് ഞങ്ങള് പിണറായി സർക്കാരിൽ കുറ്റമൊന്നും കാണുന്നില്ല. നിങ്ങളുടെ ആള് പോയി സർവേ അഭിപ്രായം ചോദിച്ചു, എത്ര പേരോട് ചോദിച്ചു? പക്ഷെ ഒരു സർവേ എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ട് സാമ്പിൾ എടുത്തുള്ള സർവേയാണ്. 90,000 പേരുടെ സർവേ കേരളം മുഴുവൻ എടുത്തെന്ന് പറയുമ്പോൾ അതുപോലെ ഒരു ചെറിയ സാമ്പിളാണ്. പക്ഷേ ആ സാമ്പിളിൽ ഒരു ശാസ്ത്രീയ മെത്തേഡുണ്ട്. അത് പൂർണ്ണമായി ശരിയാണോന്നില്ല. കാരണം സർവേയിൽ തോക്കുമെന്ന് പറഞ്ഞ പലരും ജയിച്ചിട്ടുണ്ട്, ജയിക്കുമെന്ന് പറഞ്ഞ പലരും തോറ്റിട്ടുണ്ട്. മാത്രമല്ല ഈ സർവേ നടത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ മാസം 24-ാം തീയതി മുതൽ മാർച്ച് 24-ാം തീയതി മുതൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ നടത്തിയ സർവേയാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് പുറകോട്ട് പോകണം. അതിനുശേഷം ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ് പലതുമുണ്ട്. എന്ന് മാത്രമല്ല, ഒരു സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ ഭരണകാലത്ത് തെരഞ്ഞെടുപ്പ് അടുക്കും തോറും അവർക്കെതിരായിട്ടുള്ള വാർത്തകളും അവർക്കെതിരായിട്ടുള്ള പ്രചാരണങ്ങളും ഒക്കെ കൂടുതൽ ശക്തമായിട്ട് വരും. ഇപ്പം തന്നെ ഉണ്ടല്ലോ ഇന്നലെ രഞ്ജിത്തിൻ്റെ അറസ്റ്റ്. അതിന് തൊട്ട് മുമ്പ് ഈ വിദേശത്തു നിന്നുള്ള പണം വരുന്നത് അത് BJPക്ക് എത്രമാത്രം ദോഷകരമായി മാറി. അപ്പം ഈ പല ഘടകങ്ങളും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ UDF-ന് അനുകൂലമായിട്ട് വരുന്നു എന്നുള്ള വിശ്വസിക്കാനുള്ള സാഹചര്യമുണ്ട് ഇവിടെ. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ, നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നുള്ളത്. അങ്ങനെ തന്നെ പറഞ്ഞ് 2 ആഴ്ച മുമ്പ് വരെയുള്ള സർവേ ആണ് നടത്തിയത്. 2 ആഴ്ചക്ക് മുമ്പ് മുതൽ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നടത്തിയ സർവേ. അതിനുശേഷമുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ട്. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ ഡെവലപ്മെന്റ്സ് LDF-നോ BJPക്ക് അനുകൂലമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് UDF-ന് അനുകൂലമായിട്ടാണ്. ഞാൻ പറഞ്ഞു സർവേ എത്ര പേരിൽ കാണും, എത്ര പേര്. ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ടി ഗ്രാമത്തിൽ ചെന്ന് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ മാത്രം ഏകദേശം ഭൂരിപക്ഷം കോൺഗ്രസ്സുകാർ മാത്രം താമസിക്കുന്ന ഒരു നഗരി ചെന്ന് അവിടെ ചെന്ന് ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ജയിക്കുമെന്നേ പറയത്തുള്ളൂ. CPM-ന്റെ പാർട്ടി ഗ്രാമത്തിൽ ചെന്ന് ചോദിച്ചാൽ അവർ പറയും CPM ജയിക്കുന്നുള്ളൂ. അല്ല, ഈ ഒരു സർവേക്കകത്ത് സർവേയുടെ ശാസ്ത്രീയ വശം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അത് ഒരു പാർട്ടി ഗ്രാമത്തിൽ പോയി ചോദിക്കുകയല്ല ചെയ്യുന്നത്. അവർ സാമ്പിൾ എടുക്കുകയാണ് പല മണ്ഡലങ്ങളിൽ നിന്നായിട്ട്. ആ സാമ്പിൾ എടുക്കുമ്പോൾ അതിനകത്തൊരു ശാസ്ത്രീയമായ മെത്തേഡുണ്ട്. അതിൽ എറർ കുറവായിരിക്കും, പക്ഷേ കുറച്ച് എറർ വരും. ഉദാഹരണത്തിന് വട്ടിയൂർക്കാവിൽ ഇപ്പോൾ LDF-ന് ഒരു എഡ്ജ് ഉണ്ടെന്നാണ് പറയുന്നത് UDF-നെക്കാട്ടിലും. ആ എഡ്ജ് ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന അടുത്ത ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ എഡ്ജ് LDF നഷ്ടപ്പെടാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അതുപോലെ നിയമത്ത് ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത്.
അതിലും മാറ്റം വന്നുകൂടായിക്കില്ല. അപ്പം ഈ സർവേ കാണിക്കുന്നത് ആ സമയത്തെ ഇതിൻ്റെ ഒരു സൂചന മാത്രമാണ്. പക്ഷേ സർവേ സൂചന പൊതുവിൽ കേരളം മൊത്തം എടുക്കുമ്പോൾ അതിന് കുറേയൊക്കെ വിശ്വാസ്യതയുണ്ട്. ഒരു മണ്ഡലം മാത്രമായിട്ട് എടുത്താൽ അത് തെറ്റിപ്പോവാം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും ചില സർവേകളിലെ ചില സ്ഥാനാർത്ഥികൾ തോൽക്കും എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ചില സ്ഥാനാർത്ഥികൾ അവിടെ തോൽക്കും, അവരുടെ മാധ്യമ സർവേയിൽ അവർ കണ്ടെത്തിയ റിപ്പോർട്ടിൽ ആ സ്ഥാനാർത്ഥി തോൽക്കും എന്ന് പറഞ്ഞെടുത്ത് അവർ വിജയിച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ, ഈ പിന്നെ മനോരമയുടെ സർവേയിൽ തന്നെ മുരളീധരൻ തൃശ്ശൂർ ജയിക്കുമെന്നാണ് സർവേ റിപ്പോർട്ട്. പക്ഷെ മുരളീധരൻ തോറ്റുപോയി. അവിടെ തോക്കുമെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ജയിച്ചു. ഇവിടെ മുരളീധരൻ തോക്കുമെന്നാണ്, അല്ലെങ്കിൽ നേരിയ മുൻതൂക്കം LDF-നാണെന്നാണ് സർവേ റിപ്പോർട്ട്. അത് തിരിച്ചു വരാം. കാരണം ഈ നേരിയ മുൻതൂക്കമൊക്കെ എപ്പോഴും മാറി മറിഞ്ഞൊക്കെ വരാം. അപ്പം സർവേ നമ്മൾ പൂർണ്ണമായിട്ട് എടുക്കാൻ, പക്ഷേ ഓൾ കേരള ലെവലിൽ എടുക്കുമ്പോഴേ അതിൻ്റെ കുറെ കൂടെ വ്യക്തമായ സൂചന നൽകും. ആ സൂചനയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 81 സീറ്റ് വരെ 69 മുതൽ 71 സീറ്റ് വേണം ഭൂരിപക്ഷത്തിന്. 69 മുതൽ 81 സീറ്റ് വരെ UDF-ന് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അത് നൽകുന്ന വ്യക്തമായ സൂചന UDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കമുണ്ട് എന്ന് തന്നെയാണ്. അതിനെ അട്ടിമറിക്കാനുള്ള ഒരു സാധ്യതയും ഞാനിപ്പോൾ ഉടനെ കാണുന്നില്ല. ഇതാണ് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഏതായാലും മനോരമയുടെ സർവേ ആണ് ഇപ്പോൾ മനോരമയുടെ സർവേ എന്നുള്ളതല്ല, ആദ്യം വന്ന സർവേ. ആദ്യം വന്ന സർവേ മനോരമയുടെ സർവേയാണ്. ഇനിയും സർവേകൾ ഒരുപാട് വരാനുണ്ട്, ഒരുപാട് സർവേകൾ വരാനുണ്ട്. സർവേകൾ വരട്ടെ. ഈ സർവേകൾ പലപ്പോഴും ഈ ആടി നിൽക്കുന്ന വോട്ടുകളെ സ്വാധീനിക്കുന്ന ഒരു സംവിധാനം നമ്മൾ പണ്ടുപോലെ കണ്ടുവരുന്നതാണ്. അത് അങ്ങനെയൊക്കെ അവരിൽ സ്വാധീനം ചില മണ്ഡലങ്ങളിൽ ഇപ്പൊ തൂക്കുമെന്ന് പറയുന്ന ഒരു മണ്ഡലത്തില് ഒരുപക്ഷെ ആ തൂക്കുമെന്ന് പറയുന്നവർക്ക് കുറച്ചുകൂടി ഒരു ഉണർവുണ്ടാക്കാൻ സഹായകമാണ്. മൂന്നാം സ്ഥാനത്ത് പോകുമെന്ന് പറയുന്നവരെ നിർവീര്യമാക്കാനും അവരുടെ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ സംഭവിക്കും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും കൂടുതൽ സർവേകൾ വരട്ടെ. ആ കൂടുതൽ സർവേകൾ വരുന്നതനുസരിച്ച് നമുക്ക് അടുത്ത ചർച്ചയിൽ നമുക്ക് കേൾക്കാം.